എടാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി ബോസ് വൈകിട്ട് വിളിച്ചിട്ട് പറയുക, വിമലെ ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ, കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന്. അയ്യോ അങ്ങനെയൊക്കെ സംഭവിക്കൂ? അല്ല അങ്ങനെ സ്വഭാവം വെച്ചിട്ട് ഒന്നും പറയാൻ പറ്റൂലേ, അറിയാലോ. നിനക്കും കൂടെ വരായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ വായിരിക്കുന്ന ഞാൻ കേൾക്കുന്നതാ. നീ മാത്രോ? നീ പോയിട്ടേ എന്താന്ന് വെച്ചാ ഉണ്ടാക്ക്, ഞാനൊന്നുമില്ല. ഹലോ ഹലോ ഡേയ് ബോസ്. യെസ് വിമൽ, കം സിറ്റ്. കുഴപ്പമില്ല ബോസ്, ഞാനിവിടെ നിന്നോളാം. ഫോർമാലിറ്റി അങ്ങ് ഓഫീസിൽ മതി, താൻ ഇരിക്കേ. കുഴപ്പമില്ല ബോസ്, ഞാൻ നിന്നോളാം. സോറി ബോസ്. തനിക്ക് എന്താ പിള്ളോ അതുണ്ടോ? നോ സർ. നേരെ ഇരിക്കണോ? താൻ കഴിക്കുമല്ലോ അല്ലേ? അങ്ങനെ കഴിക്കും. തനിക്ക് ഈ ട്രീറ്റ് എന്തിനാ മനസ്സിലായോ? ഇല്ല ബോസ്. എടുക്ക്. ഞാൻ ഇന്നലെ ഒരു ബിസിനസ് പ്ലാൻ നദാല ഗ്രൂപ്പിന് അയച്ചില്ലേ? അതാ മാത്യു ചോർത്തി വേറൊരു കമ്പനിക്ക് മെയിൽ അയച്ചു. അയ്യോ, പക്ഷെ ഞാൻ അയച്ചത് അറിയാതെ. പൊട്ടത്തരമാണ്. എന്നാലും താൻ ഒന്നുകൂടെ അയച്ചില്ലേ, അതുകൊണ്ട് മാത്രം നമുക്ക് ആ ബിസിനസ് കിട്ടി. അതുകൊണ്ട് അതുവഴി നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം എത്രയാണെന്നറിയോ? എത്രയാ? താനത് അറിയണ്ട, നല്ല ലാഭം കിട്ടി. അതിനാണ് തനിക്ക് ട്രീറ്റ്. പിന്നെ ഇതിന്റെ പേരിലുള്ള അടുപ്പോ സ്വാതന്ത്ര്യമൊക്കെ ഇവിടെ വച്ചിട്ട് നാളത്തെ ഓഫീസിലേക്ക് വന്നാൽ മതി കേട്ടോ. പിന്നെ അവിടെ വന്നിട്ട് ഇതിന്റെ പേരിലുള്ള സ്വാതന്ത്ര്യം എടുക്കാനും നിൽക്കണ്ട. താനിപ്പോഴും എന്റെ അസിസ്റ്റന്റ് തന്നെ, മനസ്സിലായോ? മനസ്സിലാടോ? കഴിക്കേ. അങ്ങനെ വളരെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഉണ്ണിച്ചേട്ടൻ്റെ വിവാഹമായിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള ബാച്ചിലർ പാർട്ടി ഇവിടെ ആരംഭിക്കുകയാണ്. തലയ്ക്ക് വെളിവും കാലിനുറപ്പുള്ള ഒരുത്തനും ഇടം വിട്ടു പോകരുത്. ഒരു ഫുള്ളും ഉണ്ട്, 4 പേരും ഉണ്ട്. തലയിൽ പോയിട്ട് പെരുവരല് പോലും പിടിക്കൂല. അടിക്കുമ്പോൾ ആസ്വദിച്ച് അടിച്ചാൽ ഓട്ടോമാറ്റിക്കായി കയറിക്കോളും. റമ്മായിരുന്നെങ്കിൽ നല്ല ഗുമ്മായിരുന്നേനെ. നീ അടിക്കണ്ട, മദ്യം ഏതായാലും മണ്ടയ്ക്ക് പിടിച്ചാൽ മതി എന്നാണല്ലോ. എൻ്റെ സംശയം അതല്ല, ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് പ്രണയമൊന്നുമില്ലായിരുന്നു. കാതിൽ നമുക്ക് സെറ്റാവാതെ തമ്പി. പ്രണയിച്ചിരുന്നോ എന്നതിനേക്കാൾ പ്രണയിക്കാൻ ശ്രമിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നതായിരിക്കും ഉത്തമം. അടി ഉള്ളിലുള്ള പരിശുദ്ധ പ്രണയത്തിൻ്റെ കഥ ഫുള്ള് പുറത്തു വരട്ടെ. ഒരെണ്ണുണ്ട്. നില്ല് ഒരു കഥയ്ക്കുള്ള ത്രെഡ് കിട്ടിയാലോ? പറ. ആദ്യാക്ഷരം കുറിക്കാനായി എൻ്റെ അമ്മയുടെ കൈയും പിടിച്ച് ഞാൻ സ്കൂളിൽ ചെന്ന് കയറി. വാവിട്ട് കരയുന്ന പിള്ളേർക്കിടയിൽ ഏങ്ങിക്കരയുന്ന എൻ്റെ സുന്ദരിയെ ഞാൻ കണ്ടു. എൻ്റെ അഭിരാമി. അവളുടെ കണ്ണീര് തുടയ്ക്കാൻ എൻ്റെ കരങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ഞാൻ കരുതി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചുവല ചോക്ക് ഞാൻ അവൾക്ക് നേരെ നീട്ടി. എൻ്റെ ആദ്യത്തെ പ്രേമോപകാരം. 1ാം ക്ലാസ്സിൽ. നിഷ്കളങ്ക പ്രണയം. ഡിവൈൻ ലവ്. ബാക്കി പറയട്ടെ. എന്നിട്ടെന്ത്? കെട്ടിയ പാടെ അവളെൻ്റെ തലയ്ക്ക് ഇറങ്ങിയിട്ട് അവള് പോയി. എൻ്റെ ആദ്യ ബ്രേക്കപ്പ്. ഡ്രാസ്റ്റിക് ലവ്. നീ ചെറുതൊഴി. കഴിഞ്ഞ ആ ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻറ്റിന് ശേഷം ഞാൻ ആകെപ്പാടെ ഡിപ്രഷനായി. 2ാം ക്ലാസ്സിൽ ആരെയും പ്രേമിച്ചില്ല. അത് മോശമായിപ്പോയി. 3ാം ക്ലാസ് എത്തി. പുതിയ ഡിവിഷൻ, പുതിയ പിള്ളേര്. അവിടെ എൻ്റെ വീണ. 9ാം ക്ലാസ്സിൽ നിൽ. എന്നാലും എനിക്ക് സന്തോഷമായി ബോസ്. ഇത് തൻ്റെ സന്തോഷത്തിനല്ല, എൻ്റെ സന്തോഷത്തിന്, എൻ്റെ ഒരു റിലീഫിന് വേണ്ടി. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ബോസ്. കാരണം ബോസിനെ വിളിച്ചല്ല. ഇന്നൊരു ദിവസത്തേക്ക് മാത്രം. അത് ഞാൻ ബോസിൻ്റെ അടുത്ത് നിന്ന് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരുപാട് ബോസിനെ തെറ്റിദ്ധരിച്ചു പോയി. വിമലേ, ഓ നീ ഇനി എന്നെ ബോസെ ഒന്ന് വിളിക്കണ്ട. രാവിലെ തൊട്ടേ ബോസെ 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 ബോസെ. നീ എൻ്റെ പേര് വിളിച്ചോ, രാജേഷ് പണിക്കർ, അങ്ങനെ വിളിച്ചോ.
അയ്യോ ബോസ്, അത് വേണ്ട, അത് ശരിയാവില്ല. എടോ താൻ പേടിക്കണ്ടോ, ഞാനല്ലേ പറഞ്ഞത്, താൻ വിളിച്ചോ? അല്ല, അത് ശരിയാവില്ല ബോസ്, അത് ശരിയാവില്ല, വേണ്ട. എടോ ഞാനാണ് ബോസ്, ഞാൻ പറയും പോലെ താൻ കേട്ടാ മതി, കേടാ? ശരി ബോസ്. ബോസ് അല്ല, രാജേഷ് പണിക്കർ. ഓക്കെ? 10ാം ക്ലാസ്സിലെ അർച്ചന, എൻ്റെ മാത്രം അർച്ചന, അവള് തകർത്തത് എൻ്റെ ഹൃദയമാണ്. ഹൃദയം എല്ലാവരുടെ കാമുകന്മാരെ അവരുടെ ഹൃദയം 2 ഭാഗത്ത്, ഒന്ന് അവരും ഒന്ന് നമ്മളും എടുക്കും. എൻ്റെ കാമുകയാണെന്നുണ്ടെങ്കിൽ ആ ഹൃദയം 18 ഭാഗത്ത് അതിൽ ചെറിയ ഭാഗമാണ് എനിക്ക് തന്നത്. നീ കരയാതെടാ, നീ കരയാതെ. അയ്യോ. ബാംഗ്ലൂരിൽ അഡ്മിഷന് പോയ സമയം ട്രെയിനിൽ ഒരു സുന്ദരി, 2 വൈര കണ്ണുകൾ. വെയിറ്റ്. ബിജിഎം മാറ്റി. പെർഫെക്റ്റ്. ജോലി സ്ഥലത്തൊന്നുമില്ലായിരുന്നു. 3 എണ്ണം ഉണ്ടായിരുന്നു, 3 എണ്ണം. ഞാൻ എല്ലാം നിർത്തി. ഇനി എൻ്റെ ജീവിതത്തിലൊരു പെണ്ണില്ല. ഇനി എൻ്റെ മീനാക്ഷി മാത്രം. എൻ്റെ മീനാക്ഷി, എൻ്റെ പിള്ളേർ, എൻ്റെ കുടുംബം, സന്തോഷ കുടുംബം. അങ്ങനെ 25 പരിശുദ്ധ പ്രണയബന്ധങ്ങൾക്കൊടുവിൽ ഉണ്ണി പ്രണയബന്ധങ്ങൾ വിട്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ധാരാള രാത്രി. ഹലോ ഉണ്ണിക്ക, ഇത് ഏതുക്കാ? ഉണ്ണിക്ക കേക്കാമോ? ഞാനേ സീനത്താ. ആ അതെ ഇക്ക, നിങ്ങള് പറഞ്ഞ പോലെ ഞാൻ ആലോചിച്ച്, എനിക്ക് നിങ്ങളെ ഇഷ്ടാ, ആ പെരുത്ത് ഇഷ്ടാ. ഇഷ്ടപ്പെട്ടോ? ഉമ്മ. ഓരോ കാര്യങ്ങളെ. എടാ നാറി. അളിയ പണിക്കര്, ഇതൊന്നും അല്ല, ഇതിനേക്കാൾ വലിയൊരു സങ്കടം എനിക്ക് ഇറക്കി വെക്കാനുണ്ട്. ആ വാതിൽ തുറന്ന് വലത്തോട്ട് ഇറങ്ങിയ ഒരു ബാത്റൂം ഉണ്ട്, നല്ല സങ്കടമൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടോ. സീരിയസ് കാര്യം പറയുമ്പോ ഊളെ ചളിയടിക്കാടാ നായിന്റെ മോനെ. ഞാൻ നല്ല സുപ്പീരിയറാ. നീ ഒന്നും അല്ലാടാ കോപ്പ എന്റെ സുപ്പീരിയർ ആയത്. എനിക്കൊരു സുപ്പീരിയർ ഉണ്ട് ബോസ്. ആ നാറി എന്നെ ഓഫീസിലിട്ട് പെടുത്തുന്ന പെടാപ്പാടെന്ന് നിനക്കൊന്ന് അറിഞ്ഞൂടാ മച്ചിന. ഞാൻ ആ നാറിയുടെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ പട്ടി എന്നെ കൊണ്ട് പിയൂൺ പണി വരെ ചെയ്യിപ്പിക്കും. നിനക്ക് അറിഞ്ഞൂടാ, ഒരു ദിവസം അവന് വാങ്ങി കൊടുത്ത പപ്സില് മുട്ടയിലും മഞ്ഞക്കരും ഇല്ലാന്ന് പറഞ്ഞ് ഓഫീസിൽ എല്ലാവരുടെ മുന്നിട്ട് എന്നെ നിർത്തി പൊരിച്ച് ആ നാറി. താൻ ആരോടാണ് സംസാരിക്കണമെന്ന് അറിയോ? അയ്യോ എന്റെ പൊന്നലി, എന്റെ ചക്കന് അളിയ, നിനക്ക് അറിഞ്ഞൂടാ, ഇനിയുണ്ട് സംഭവത്തിന്റെ. ആരോ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് ഓഫീസിൽ ഒരു പെങ്കുച്ചുമായിട്ട് എന്നെ ചേർത്ത് വെച്ച് എന്തൊക്കെ കഥകൾ വെച്ചൊക്കെ എന്നെ ക്രോത്ത് വിസ്താരം ചെയ്തെന്നറിയാമോ? അതുകൊണ്ട് എന്റെ കാമുകി വരെ എന്നെ വിട്ടു പോയളിയാ. നിനക്കറിയോ? നീ മിണ്ടാതിരി അളിയാ. ആ പട്ടി അവനെ നിനക്കറിഞ്ഞൂടാ. ആദ്യം അവന്റെ അപ്പൂപ്പനെ കൊല്ലണം. ആ തെണ്ടി ഉണ്ടായിട്ടല്ലേ അവന്റെ അച്ഛനുണ്ടായേ. അവന്റെ അച്ഛനുണ്ടായിട്ടല്ലേ ഈ തെണ്ടി ഉണ്ടായത്. ഞാനൊരു ദിവസം നൈസിലൊന്ന് ശ്രമിച്ചു നോക്കിയതാ. ഇവന്റെ കാറിന്റെ വണ്ടിയുടെ ബ്രേക്ക് രണ്ടോന്നല്ലേ ബ്രേക്ക് ഞാൻ നൈസിൽ ഊരി വിട്ടു. പക്ഷേ ഈ തെണ്ടി ആരുടെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ആ കാരുണ്യം കൊടുത്തവനെ ഞാൻ കണ്ടുപിടിക്കും. വേറെ പല സാധനങ്ങളും ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും പാണ്ടി ലോറി വെച്ച് ഈ തെണ്ടിയുടെ നെഞ്ചത്ത് ഞാൻ കുതിര കയറും. നീ നോക്കിക്കോ അളിയാ. അപ്പൊ നീയാണല്ലേ വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചു വിട്ടത്? നിനക്ക് എന്തളിയാ? അവൻ നിന്റെ അളിയനൊന്നും അല്ലല്ലോ. ഞാനല്ലേ നിന്റെ അളിയൻ. അളിയല്ലേ, നമുക്ക് രണ്ടെണ്ണം കൂടെ കീച്ചാം. വരണില്ലേ? ഇരിയളിയാ. നിനക്ക് എന്തളിയാ? വാ, രണ്ടെണ്ണം അടിച്ചിട്ട് വാ. പണിക്കരളിയ കൂടാതെ ആ രണ്ടെണ്ണം കീച്ചാം.